ദേ ഇത് കുറച്ച് മധുരക്കിഴങ്ങ് ഞാൻ ചെറിയ പീസുകളാക്കി പുഴുങ്ങിയെടുത്തതാണ്. ഇനി നമുക്കിതിൻ്റെ തൊലി കളഞ്ഞ് ഇത് നന്നായിട്ട് ഉടച്ചു കൊണ്ടുവരാം. എന്തിനാണെന്നറിയാം, നമുക്ക് ഈ മധുരക്കിഴങ്ങ് വെച്ചൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ അതേ നന്നായിട്ട് ഞാൻ ഉടച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇച്ചിരി ഇഞ്ചി തേണ്ട ഗ്രേറ്റ് ചെയ്ത് തൊണ്ടോടുകൂടി തന്നെയാണ് കഴുകി വൃത്തിയാക്കി ഇഞ്ചി തൊണ്ടോടുകൂടി തന്നെയാണ് നമ്മളത് എടുത്തിരിക്കുന്നത്. അതാണ് എപ്പോഴും ഇഞ്ചി തൊലി കളയാണ്ട് എടുക്കുന്നതാണ് നല്ലത്. അത് നല്ല ഒരു ടേസ്റ്റാണ് പ്രത്യേകം. പിന്നെ നമ്മൾ ഇച്ചിരി ചുമന്ന മുളക് കൊത്തിയത് ഒരു ലേശം, പിന്നെ ഒരിത്തിരി കുരുമുളക് പൊടി, ഇതൊരു പിഞ്ച് കുരുമുളക് പൊടി, പിന്നെ നമ്മൾ ഒരു സവാളയും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്, അതും ഇടുക. പിന്നെ നമ്മൾ ഇച്ചിരി ചീസ് എടുത്തിട്ടുണ്ട്, ആ ചീസും കൂടി ഇട്ട് കൊടുക്കുക, ഗ്രേറ്റ് ചെയ്തത്. പിന്നെ നമ്മൾ ഇത്തിരി ഒന്ന് ഈ റസ്ക് പൊടി ഇട്ടിട്ടുണ്ട്, ഇത്തിരി കുറച്ചൊന്നും അങ്ങോട്ട് സെറ്റാക്കാൻ, കുഴയ്ക്കുമ്പോൾ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി 2 ടീസ്പൂണോളം റസ്ക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യുക, നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. അപ്പോൾ ഇത്രയും കട്ട്ലേറ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇത്രയും ഞാൻ ഒരുപാട് വലുതല്ല കേട്ടോ, ചെറിയ ചെറിയ കട്ട്ലേറ്റ് ഉണ്ടാക്കിന. പിന്നെ ഞാൻ റസ്ക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റെഡിയാക്കാം. അപ്പം ഞാൻ മുട്ട ഒന്ന് ശരിക്കും അതൊന്ന് അടിച്ചെടുക്കണം. അപ്പം ഞാൻ ഇത്തിരി ഉപ്പ്, മറ്റതിലൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല മിക്സിലൊന്നും, അതിന് പകരം ലേശം ഉപ്പ് ഇത്തിരി മതിയിട്ട് ഈ മുട്ടയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കലക്കിയെടുക്കാവേ. അപ്പോൾ നമ്മളിതേ മുട്ടയിൽ മുക്കി എല്ലാം റസ്ക് പൊടിയിൽ മുക്കി നമ്മളിങ്ങനെ മാറ്റി വയ്ക്കുകയാണ്. എല്ലാം ഇതേപോലെ കണ്ടോ, മുട്ടയിൽ മുക്കിയിട്ട് റസ്ക് പൊടിയിൽ മുക്കി ഇതിലോട്ട് വയ്ക്കണം. നമ്മുടെ കട്ട്ലേറ്റൊക്കെ എണ്ണയിലേക്ക് ഇടാം. എണ്ണ ഞാൻ ഒഴിച്ച് ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ മധുരക്കിഴങ്ങ് കട്ട്ലേറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇത്രയും മൂപ്പാകുമ്പോൾ നമുക്കിത് കോരാട്ടോ, അല്ലെങ്കിൽ കരിച്ച് സൂപ്പർ. നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മളെ ഫോളോ ചെയ്യാനും മറക്കല്ലേ.